തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മാറ്റുകൂട്ടാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ ഉച്ചയ്ക്ക് 2:30 പ്രധാനമന്ത്രി പാലക്കാട് എത്തും. മേഴ്സി കോളേജ് പരിസരം മുതൽ കോട്ട മൈതാനം വരെ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. തുടർന്ന് കോട്ട മൈതാനത്ത് പൊതുസമ്മേളനവും ഉണ്ടാകും. 4 മണിയോടുകൂടി പ്രധാനമന്ത്രി തൃശൂരിലേക്ക് തിരിക്കും. തൃശൂർ ജനറൽ ആശുപത്രിക്ക് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും. ഏറെ ആവേശത്തിലാണ് പ്രവർത്തകർ. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് അനക ഹർഷനും മിഥുൻ അയ്യപ്പനുമാണ് ചേരുന്നത്. ആദ്യം മിഥുൻ അയ്യപ്പനിലേക്ക് പോകുന്നു. മിഥുൻ, കോട്ട മൈതാനിയിൽ എന്താണ് പ്രധാനമന്ത്രി പറയാൻ പോകുന്നത്? കാതോർത്തിരിക്കുകയാണ് പാലക്കാട് നഗരത്തിൽ നിന്നുള്ളവർ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ നാനാ തുറകളിൽ നിന്ന് പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാനായി എത്തുന്നവരും ഉണ്ട്. മനസ്സിലാക്കുന്നത് 12:00 തന്നെ ആളുകളെ മൈതാനിയിലേക്ക് പ്രവേശിപ്പിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ് അവസാനവട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ, മറ്റൊരുക്കങ്ങൾ? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാലക്കാട് കോട്ട മൈതാനത്ത് ഇന്ന് മറ്റൊരു കോട്ട കെട്ടും. അത് BJPയുടെയും NDയുടെയും ആത്മവിശ്വാസത്തിന്റെ കോട്ടയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ പാലക്കാടും തൃശ്ശൂരിലേക്കുമായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രവർത്തകരും നേതാക്കന്മാരും അതുപോലെ തന്നെ ആണ്ടികളുമെല്ലാം വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. വലിയ ഊർജ്ജം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഓരോ പ്രവർത്തകർക്കും സമ്മാനിക്കുന്നത്. നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും ഊർജ്ജസ്വലനായിട്ടുള്ള, രാജ്യത്തെ ഏറ്റവും കൂടുതൽ വ്യക്തികൾ വിശ്വാസം അർപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഊർജ്ജവും പ്രസരിപ്പും നൽകുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത നേതാവ്, അത്തരത്തിൽ എല്ലാ വിശേഷണങ്ങൾക്കും അതീതമായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാലക്കാടിന്റെ മണ്ണിലേക്ക് എത്തുകയാണ്. ഉറച്ച പാലക്കാടൻ കാവിക്കോട്ടയിലേക്ക് തൻ്റെ വ്യക്തിപ്രഭാവം കൂടി അങ്ങ് വ്യാപിപ്പിക്കാൻ അദ്ദേഹം എത്തുകയാണ്. ഇന്ന് 2:30 അദ്ദേഹം ഇവിടേക്ക് എത്തും. ഇവിടെ പൊതുസമ്മേളനവും അതുപോലെ തന്നെ ചില റോഡ് ഷോയും എല്ലാമാണ് അദ്ദേഹത്തിന്റെ പദ്ധതിയിലുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം പാലക്കാട് ആഞ്ഞടിക്കാൻ പോകുന്നു. ആ ആഞ്ഞടിക്കുന്ന മാറ്റത്തിന് കൂടുതൽ വേഗത പകരുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ ഈ സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, പലവിധ ആരോപണങ്ങൾ കൊണ്ടും ഒരു കുപ്രസിദ്ധിയിലേക്ക് പോയ പാലക്കാട് മണ്ഡലം അതിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട്, ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇവിടെ പ്രചാരണത്തിലെത്തിച്ചുകൊണ്ട് ഇന്ന് ഈ കേരളത്തിന്റെ ഒട്ടാകെയുള്ള രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രം ഇന്ന് പാലക്കാടും തൃശ്ശൂരായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നിരവധി പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 12 മണിയോടുകൂടിയാണ് ഇവിടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുക എന്നെല്ലാമാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നേരത്തെ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തി തുടങ്ങി. വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം ഇവർക്ക് നൽകുന്നു. കാരണം കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളിലായി ഘട്ടം ഘട്ടമായി വോട്ട് ഉയർത്തുകയും ഒരു വിന്നിംഗ് നിലയിലേക്ക് പാലക്കാട് സീറ്റ് പിടിച്ചെടുക്കാനാകുന്ന തരത്തിലേക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം, വോട്ട് ഷെയറിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച മണ്ഡലമാണ് പാലക്കാട്. അവിടേക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുള്ള, BJPക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുള്ള ഒരു മണ്ഡലമായി പാലക്കാട് മാറിയിരിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായും ഈ പാലക്കാട് ഇത്തവണ താമര വിരിയുന്ന ഒരിടം പാലക്കാടായിരിക്കുമെന്ന് എല്ലാവരും കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതിനിടയിലേക്കാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഉണ്ടാകുന്നത്. ഇപ്പോഴിതാ ചേട്ടാ, പരിപാടിക്ക് വേണ്ടി വന്നാണോ? ഞാൻ 1 മണിക്കൂർ. എന്താണ് ഇത്രയും നേരത്തെ എത്തിയത്? എന്താണ് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല വീട്ടിലല്ല? അത് കാണണമെന്നുള്ള മോദിനെ കാണണമെന്നുള്ള ഒരു ആവേശത്തിന് വന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ എവിടം വരെയായി? കുഴപ്പമില്ലാണ്ട് ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല, പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ. എങ്ങനെയാണ് ഇത്തവണത്തെ പ്രതീക്ഷ? എങ്ങനെയാണ് മണ്ഡലം? പ്രതീക്ഷ വരും എന്നുള്ള ഒരു ഉറപ്പാണ്. താമര വിരിയും എന്നുള്ള ഒരു ഉറപ്പാണ്. ചേട്ടാ, എങ്ങനെയാണ് ഇപ്പോഴത്തെ ശോഭാ സുരേന്ദ്രന്റെ ഒരു സാന്നിധ്യമൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്നുണ്ട്? ഇപ്രാവശ്യം പാലക്കാട് ശോഭാ സുരേന്ദ്രൻ നിർബന്ധമായി വരും. ഒരു പ്രസംഗം ഉണ്ടാവും. പ്രധാനമന്ത്രി വരുന്നു, കാണാൻ കഴിയും, നല്ലപോലെ കാണാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് ഇത്രയും നേരത്തെ ഇവിടെ എത്താൻ കഴിഞ്ഞത്. കാണുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഇത്തവണത്തെ ഈ ഒരു പ്രധാനമന്ത്രി കൂടി എത്തുകയാണെന്ന് ഈ പ്രചാരണത്തിന് മാറ്റുകൂട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ എങ്ങനെയാണ് കാണുന്നത്? വളരെ സന്തോഷം. ഇത്രയും കൊല്ലമായിട്ടും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. വളരെ സന്തോഷം. പറയട്ടെ, എങ്ങനെയാണ് ഇത്തവണത്തെ ഈ പാലക്കാട് ഇത്തവണ താമര വിരിയുമോ? ഉറപ്പായിട്ടും വിരിയും, 100% വിരിയും. ഉറപ്പാണ്. ശോഭാ സുരേന്ദ്രൻ ഉറപ്പാണ് ഇപ്രാവശ്യം MLA ആയിട്ട്. എന്തൊക്കെയാ കാരണങ്ങളായിട്ട് നിങ്ങൾക്ക് കാണുന്നത് പാലക്കാട് വിജയിക്കാൻ? പാലക്കാട്ടിൻ്റെ വികസനമാണ് മെയിനായി കാണുന്നത്. ഇതുവരെ ഒന്നും ചെയ്തില്ല. ഇനി വികസനമാണ് മുൻകൂട്ടി.
കഴിഞ്ഞ ജനപ്രതിനിധിയൊക്കെ ഈ പാലക്കാടിന്റെ പേരിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറിയോ? നിങ്ങൾക്ക് അറിയണതെല്ലാം മാറിയിട്ടുണ്ടല്ലോ. ഇന്നലെ കൂടെ മിനിഞ്ഞാന്ന് ഒരു ന്യൂസ് വന്നതല്ലേ, ഒരുപാട് കളങ്കപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതിനൊരു ശുദ്ധീകരണം ആവശ്യമാണ്. മാറ്റം തീർച്ചയായും. ചേട്ടാ പറയൂ, എന്തൊക്കെയാണ് ഇത്തവണത്തെ പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണ്? പ്രതീക്ഷ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രൻ ഒരു 25,000-30,000 വോട്ടിൽ ലീഡിൽ ജയിക്കും. അതാണ് ചേട്ടൻ്റെ പ്രവചനം എങ്ങനെയാണ്? അപ്രയോജനമല്ല, അതങ്ങനെയാണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ വരിക പറഞ്ഞാൽ അതിൻ്റെ കഴിവാണ്, വേറെ ആരുടെയും കഴിവല്ല, അതിൻ്റെയും കഴിവാണ്. അത്രയും ഒരു പേരും പൂഴും ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. പിന്നെ ഇതുവരെ ആരും നിർത്തിയിട്ടും ഓരോരുത്തർ ജയിച്ചു പോകും. അതിൽ ഇപ്രാവശ്യം അത് ഉറപ്പായി ജയിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അതങ്ങനെയാണ് അതിൻ്റെ വർക്കും അതിൻ്റെ പ്രവർത്തനവും. അപ്പോൾ പാലക്കാട് ജില്ലയിൽ ഒരു മാറ്റം വരുത്തും, കേരളത്തിലെ ഇനി ഒരു മാറ്റം വരും, അത്ര തന്നെ. ഇതിനൊപ്പം പാലക്കാടായിരിക്കും ആദ്യ മാറ്റം ഉണ്ടാവും. ആദ്യം പാലക്കാട് മാറ്റം ഉണ്ടാവും. പറയൂ ചേട്ടാ പറയൂ. ഇവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ ഈ കർഷകരെ വേണ്ടുന്ന പരിഗണന കൊടുത്തിട്ട് രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന പരിഗണന കൊടുക്കണം. ഭക്ഷ്യസുരക്ഷ ഓരോ പഞ്ചായത്തിലും നടപ്പിലാക്കണം. പിന്നെ വയലുകളും തോടുകളും വളരെ മാലിന്യ കൂമ്പാരമായിരിക്കണം. ഈ മദ്യവിൽപ്പന കൊണ്ട് എന്താ വെച്ചാൽ നമ്മുടെ നാട് നശിച്ചിരിക്കണം. അത് ആദ്യം നിർത്താനും ആ ജനങ്ങളെ രക്ഷിക്കാനും ഒരു മാറ്റം വരണം. അതിന് നമ്മുടെ പ്രകൃതിനെ സംരക്ഷിക്കണം. പ്രകൃതിനെ സംരക്ഷിക്കാതെ ഇവിടെ ഒരു കാര്യം നടക്കില്ല. ധാരാളം ഞാൻ എടപ്പാൾ പഞ്ചായത്തുകാരാണ്, ഞാൻ അടുക്കളത്തോട്ടം പ്രവർത്തകരാണ്. ഞാൻ 25 വർഷമായിട്ട് ഞാൻ ഈ അടുക്കളത്തോട്ടം പ്രവർത്തിക്കുന്നു. പക്ഷേ എൻ്റെ പ്രവർത്തനത്തിന് വേണ്ടുന്ന ഒരു പരിഗണനയും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നോ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. BJPൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം നമുക്ക് കിട്ടുന്ന 2,000 കിട്ടുന്നത് അത് വലിയൊരു ഭാഗ്യം. നമ്മൾ വീടുകളിൽ കൃഷി ചെയ്ത് കൊടുക്കുന്ന ആളാണ്. അങ്ങനെ കൃഷിത്തോട്ടം കൊണ്ടുവരണം. അത് ഈ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും കൃഷിത്തോട്ടം കൊടുക്കുന്നുകൊണ്ട് നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തണം. അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. വയലുകളും തോടുകളും മാലിന്യം മുക്തമാക്കണം. അത് നല്ല ശുദ്ധജലം കിട്ടും. പാലക്കാട് ജില്ലയാണ്, ഞാൻ നെൽകൃഷിക്കാരനാണ്. ഈ നെൽകൃഷിക്ക് ചെയ്യാനുള്ള പ്രോത്സാഹനം പോരാ. വെള്ളം വേണ്ട സമയത്ത് എത്തിക്കുക, ഇറിഗേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ധാരാളം നമ്മുടെ ഈ ഭാഗത്തുണ്ട്. അതിനൊന്നും ശ്രദ്ധിക്കുന്നില്ല. നെല്ലിനെ എടുക്കാൻ തന്നെ അവർക്ക് മടിയാണ്. അപ്പോൾ കർഷകരുടെ നെല്ല് നട്ടെല്ലൊടിച്ചിരിച്ച ഒരു അവസ്ഥയാണുള്ളത്. ഇതിനൊരു പരിഹാരം പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ചും കൃഷിക്കാരാണ്. അടുത്ത പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലെല്ലാം പ്രതീക്ഷ കരുതുന്നുണ്ട്. പ്രധാനമന്ത്രി ഒരു പ്രതീക്ഷയുണ്ട്. അതാണ് BJPയിലാണ് പ്രതീക്ഷ. BJPയിൽ പ്രതീക്ഷയുണ്ട്. കർഷകർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യവസ്ഥ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കിതാ കുറച്ച് സ്ത്രീകൾ കൂടി നമ്മുടെ നേരത്തെ എത്തിയോ? നേരത്തെ എത്തി. എന്താ വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല? വീട്ടിലിരിക്കാൻ നരേന്ദ്രമോദി സാർ കാണുന്നുള്ളൊരു ആവേശത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരാൻ പറ്റുന്നത് അത്രയും ഒരു സന്തോഷത്തിലാണ്. മുന്നിൽ നിന്ന് തന്നെ ഇരുന്ന് കാണാൻ വേണ്ടി, മുന്നിലിരുന്ന് കാണണം. ഈ ഒന്ന് കണ്ട് നമ്മൾക്ക് എനിക്ക് മരിച്ചാലാതില്ല എന്നുള്ള അത്രയും ആവേശമാണ്. എന്താ പ്രധാനമന്ത്രി നൽകുന്ന ഒരു ആവേശം എങ്ങനെയാണ്? പ്രധാനമന്ത്രി നൽകുന്ന ആവേശം പറഞ്ഞാൽ ജനങ്ങൾക്ക് നല്ലൊരു ആവേശം. എല്ലാം മുന്നിൽ നിന്നുണ്ട്. സ്ത്രീകൾക്കായിക്കോട്ടെ പുരുഷന്മാർക്ക് എല്ലാം മുൻഗണനയും കൊടുക്കുന്നുണ്ട്. അത് ജനങ്ങളെ അറിയണം. ഈ കേരളം ഒന്നിച്ച് താമര വിരിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഈ മുടി തിരുപ്പതി പോയി മൊട്ടയടിച്ചാണ്. സുരേഷ് സാർ ജയിച്ചിട്ട് തിരുപ്പതി പോയി മൊട്ടയടിച്ചാണ്. പെരുങ്ങോട്ടുശ്ശി മണ്ഡലത്തിലാണ്. എനിക്ക് കാണാനുള്ള ഒരു ആവേശം കൊണ്ട് ഞാൻ ഇപ്പോൾ വരുമ്പോഴും കൂടി പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അവിടെയൊക്കെ തോന്നുന്നത് കോൺഗ്രസ്സാണ്. നമ്മൾ സാറ് കാണണം എന്നുള്ളൊരു ആവേശത്തിൽ വന്നിരിക്കുകയാണ്. ഈ കേരളം ഒന്നിച്ചിട്ട് എടുക്കണം. ചേച്ചി പറയൂ. ഞാൻ തരൂർ മണ്ഡല മണ്ഡല സെക്രട്ടറിയാണ്. നമ്മളിവിടെ ആൾക്കാർ വരുന്നുണ്ട് പറഞ്ഞു, നേരത്തെ എത്താൻ പറഞ്ഞു. നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട്, പരിപാടിയുണ്ട് പറഞ്ഞു. ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യമായി ഞാൻ പോണു. ആദ്യം ഫസ്റ്റ് ട്രിപ്പ് വന്നപ്പോൾ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ എറണാകുളം ഇവിടെ പോയി, തൃശ്ശൂർ പോയി, പിന്നെ ഇതപ്പോൾ തിരുവനന്തപുരം ഉണ്ടായിരുന്നു, അവിടെയും പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പ്രചാരണം എത്രത്തോളം ആവേശത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്? ആ പ്രചാരണത്തിലൊക്കെ മുൻപന്തിയിലുണ്ടാകുന്നത്? ഉറപ്പായിട്ടും നമ്മൾ മുൻപന്തിയിലുണ്ട്. എന്തായാലും ജയിപ്പിച്ചിട്ടേ നിൽക്കുള്ളൂ പറഞ്ഞിട്ടല്ല ഒരു പുറപ്പാട്ടിലാണ്. നമ്മൾ ജയിപ്പിക്കും. തീർച്ചയായിട്ടും അങ്ങനെ പാലക്കാട് പറയുന്നത് അത് തന്നെയാണ്. വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവർ നിൽക്കുന്നത്. പാലക്കാടത്തെ കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, നെൽകർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ ഈ മാറി ഭരിച്ച ഇടതു വലതു മുന്നണികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നു. അതിനുള്ള പരിഹാരം ഉണ്ടാകണം. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകർക്ക് നൽകുന്നത്. അത് ആ ആത്മവിശ്വാസവും ഊർജ്ജം തന്നെയാണ് വീണ്ടും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പൊതുപരിപാടികളിലേക്ക്
എത്തുന്നതിന് വേണ്ടി എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ആളുകൾ ഇവിടെ എത്തി തുടങ്ങിയിരിക്കുകയാണ്. 12 മണിയോട് കൂടിയാണ് പ്രവേശനമെന്ന് അറിഞ്ഞാൽ പോലും ഇപ്പോൾ തന്നെ ഏതാണ്ട് ഇവരെല്ലാം കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ഇനി വരുന്ന മണിക്കൂറുകളിലേക്ക് ഈ കോട്ട മൈതാനത്തേക്ക് വലിയൊരു കാവിക്കോട്ട കെട്ടുന്ന തരത്തിലേക്ക് ആളുകൾ ഇങ്ങനെ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പ്രധാനമന്ത്രിയെ കാണാൻ, പ്രധാന സേവകനെ കാണാൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കേൾക്കാൻ, അദ്ദേഹം ഏതെല്ലാം വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുമെന്നെല്ലാം അറിയാൻ വലിയ രീതിയിലുള്ള കാത്തിരിപ്പിലാണ് ഈ നാട്ടുകാരെല്ലാവരും. മിഥുൻ സൂചിപ്പിച്ചതുപോലെ വനിതകൾ പറഞ്ഞതുപോലെ മാറാത്തത് മാറും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകർ സംസ്ഥാനത്തിന്റെ പല കോണുകളിൽ നിന്ന് പാലക്കാടേക്ക് ഒഴുകുന്ന സ്ഥിതി. ഇനി കാവിക്കടലായി പാലക്കാട് മാറാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. നമുക്ക് അനഘ ഹർഷനിലേക്ക് കൂടി പോകാം. അനഘ, എങ്ങനെയാണ് അനഘ ഇപ്പോൾ കോഴിക്കോട് വിട്ട് പാലക്കാടേക്ക് എത്തിയിരിക്കുകയാണ്? പ്രധാനമന്ത്രി പാലക്കാടേക്ക് എത്തുമ്പോൾ പ്രവർത്തകരുടെ ആവേശം, ജനങ്ങളുടെ ആവേശം, പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജനം TV സംഘത്തിൽ അനഘ പാലക്കാട് എത്തിയിട്ടുണ്ട്. അനഘ, എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ? രാഖി, പാലക്കാടിന്റെ ഓരോ ഇടത്തും വലിയ ആവേശമാണ്. ആവേശത്തിന് ഒരു കുറവുമില്ല. ലോകാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പാലക്കാടിന്റെ മണ്ണിലെത്തുന്നത്. അത് തങ്ങൾ ഇത്രയധികം ആവേശത്തോടെ എങ്ങനെയാണ് നോക്കിക്കാണുക എന്നാണ് ഓരോ പ്രവർത്തകരും ചോദിക്കുന്നത്. ഈ BJP ഓഫീസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയൊക്കെ വനിതാ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാ ഇത്തവണ പാലക്കാടിന്റെ മണ്ണ്, കാറ്റ് എങ്ങോട്ടാണ്? പാലക്കാട് മണ്ണ് എന്തായാലും നമ്മുടെ വിജയിച്ച സ്ഥാനാർത്ഥി നമ്മുടെ ശോഭ ചേച്ചിക്കൊപ്പമാണ്. ആദ്യത്തെ വോട്ടെണ്ണലിൽ താമര വിരിയുന്നത് പാലക്കാടായിരിക്കും. ഇന്ന് ആദരണീയ പ്രധാനമന്ത്രി വരികയാണ്. വളരെ ആവേശപൂർവ്വമാണ് നാടും നഗരവും. ഇന്ന് ഏകദേശം മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മളെല്ലാ മഹിളാ മോർച്ച പ്രവർത്തകരും മറ്റെല്ലാവരും കൂടി കാലത്ത് തന്നെ കാത്തിരിക്കുകയാണ്. എങ്ങനെയാ പാലക്കാട്, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ? തെരഞ്ഞെടുപ്പൊക്കെ അടിപൊളിയല്ലേ. പാലക്കാടൻ ചൂടും ഞങ്ങളും ചൂടിലാണ്, തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. എല്ലാം അടിപൊളിയായിട്ട് പോകണു. ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആയതുകൊണ്ട് അതിൻ്റെയും കൂടി ആവേശം ഞങ്ങൾക്കുണ്ട്. എക്സൈറ്റ്മെന്റ് എല്ലാവരും മുഖത്തും കാണാം. കാരണം പ്രധാനമന്ത്രിയെ കാണാൻ പോവുകയാണ്. എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞങ്ങൾക്കെല്ലാം അദ്ദേഹത്തെ ഇവിടെ വന്ന് പാലക്കാട് കാണാമെന്ന് പറയുന്നത് ഞങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തെ വരവേൽക്കാൻ ഞങ്ങളെല്ലാം ഒരേ ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് രാവിലെ മുതൽ തയ്യാറായി നിൽക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്ക് അദ്ദേഹം എത്തും. ഞങ്ങളെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കാൻ റെഡിയായി. ഈ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ അല്ലാതെ മറ്റൊരു പേരില്ല എന്നുള്ളതാണ്. അതങ്ങനെ തന്നെയല്ലേ? അതായത് രാഷ്ട്രീയമായിട്ട് മത്സരിക്കുന്നത് നമ്മുടെ ശോഭ ചേച്ചി തന്നെയാണ്. ബാക്കിയെല്ലാം ഒരു നൂലിക്കെട്ടി ഇറക്കിയ സ്ഥാനാർത്ഥികളാണെന്ന് തന്നെ പറയാം. കാരണം രാഷ്ട്രീയ മത്സരം നടത്തുന്നത് BJP മാത്രമാണ് പാലക്കാട്. പ്രത്യേകിച്ച് സ്ത്രീകളാണ്. ഈ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഗുരുതര ആരോപണങ്ങൾ വന്നു, അത് തെളിയുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഒരു വാർഡ് കൗൺസിലറായിട്ടുള്ള പ്രശോഭിനെതിരെയും UDFന്റെ വലിയ പ്രവർത്തകനാണ് ഇത്തരത്തിലൊരു ആരോപണം വന്നിരിക്കുകയാണ്. ഒരു സ്ത്രീ തന്നെ രംഗത്ത് വന്നിരിക്കുക. ഇത് എത്രത്തോളം സ്വാധീനിക്കും? ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചരണത്തിന് പോകുമ്പോൾ ഇതിനെതിരെ വളരെയധികം പ്രതിഷേധമാണ് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് നമുക്ക് വരുന്നത്. കോൺഗ്രസിൻ്റെ പല അനുഭാവികളും തന്നെ നമ്മളോട് പറയാറുണ്ട്. കാരണം അവർക്കൊരു അപമാനം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവൃത്തി അവരുടെ നേതൃത്വത്തിന് ഉണ്ടായതുകൊണ്ട് ഇപ്രാവശ്യം അവർ പോലും മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാലക്കാടുള്ളത്. ഒരു MLA എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മളുടെ ശോഭ ചേച്ചി വന്ന ഒരു മാതൃകാ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിലൂടെ സാധിക്കും. അത് തന്നെയാണ് ഇവിടെ ഈ പാലക്കാട്ടെ ജനം ഒന്നാകെ പറയുന്നുണ്ട്. ശോഭയല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മറ്റാരും പാലക്കാട് ഇല്ല എന്ന് തന്നെയാണ് ഇവിടെയുള്ള ഓരോ പ്രവർത്തകരും പറയുന്നത്. എല്ലാവരും ഈ BJP പ്രവർത്തകർ മാത്രമല്ല, പാലക്കാട്ടെ ജനങ്ങൾ ഒന്നടങ്കം വലിയ ആവേശത്തിലാണ്. കാരണം പ്രധാനമന്ത്രിയെ, ലോകാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ഇപ്പോൾ തന്നെ, നേരത്തെയൊക്കെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ ഈ മൈതാനത്തേക്കൊക്കെ തന്നെ കൂടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പ്രശാന്ത് ശിവനാണ് ചേരുന്നത്. ഈ പ്രധാനമന്ത്രി പാലക്കാട്ടേക്ക് എത്തുകയാണ്. പാലക്കാട് എത്രത്തോളം ആവേശമായിരിക്കും അത് പ്രവർത്തകരിൽ ഉണ്ടാക്കുക? വലിയ രീതിയിൽ മുഴുവൻ കേരളവും ഉറ്റുനോക്കുന്നത് ഭാരത പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായാണ്. പ്രത്യേകിച്ച് പാലക്കാട്ടുകാർ വലിയ രീതിയിൽ ഞങ്ങൾ ഇരട്ടി സന്തോഷം. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദർശനം തന്നെ പാലക്കാട്ടേക്കാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് പാലക്കാട്ടുകാരോട് അദ്ദേഹം എന്നും പാലക്കാടിനെ നെഞ്ചോട് ചേർത്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി. അത് കേവലം വാക്കുകൾ കൊണ്ട് മാത്രം ഞാൻ പറയില്ല. ഈ കഴിഞ്ഞ കാലങ്ങളിൽ, ഈ കഴിഞ്ഞ ഒരു വർഷം എടുത്ത് നോക്കിയാൽ തന്നെ
മലമ്പുഴ ഉദ്യാന നവീകരണമായാലും ശരി, ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ആയാലും ശരി, ഏറ്റവും അവസാനം പാലക്കാട് വഴി ഒരു വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചു. അതിനുശേഷം പാലക്കാട് പൊള്ളാച്ചി റൂട്ടിനകത്ത് ഒരു ട്രെയിൻ അനുവദിച്ചു. പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ പാത ഒരു ബൈപ്പാസിന് വേണ്ടിയിട്ടുള്ള ഒരു അനുമതി കിട്ടി. അങ്ങനെ ഇത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ പാലക്കാടൻ ജനതയ്ക്ക് ചെയ്തു തന്നിരിക്കുന്നു. അതിലെടുത്തു പറയേണ്ടതാണ് പാലക്കാട്ടിലേക്ക് തന്ന IIT. അപ്പോൾ ഇത്തരത്തിൽ പാലക്കാടുകാരുടെ എന്നും സ്നേഹത്തോടുകൂടി നിൽക്കുന്ന ഭാരത പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാൻ, അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വരവ്, അതിനാദ്യത്യം അരുളാൻ പാലക്കാട്ടുകാർക്കൊരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അതിൽ പാലക്കാട്ടുകാരെല്ലാവരും ഒന്നടങ്കം ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിൻ്റെ അവസാനവട്ട ഒരുക്കത്തിൽ, തയ്യാറെടുപ്പുകളിൽ, ആ ഒരു ആകാംക്ഷയിലാണ് മുഴുവൻ പാലക്കാട് നിൽക്കുന്നത്. പ്രശാന്ത് ശിവനെ സംബന്ധിച്ച് പാലക്കാട്ടിൻ്റെ ഒരു പൾസ് അറിയുന്ന ഒരു നേതാവ് കൂടിയാണ്. എങ്ങനെയാണ് ഇത്തവണ, എന്താണ് പാലക്കാടിൻ്റെ ഒരു കാറ്റ്? ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് കേരളത്തിൽ വോട്ടുകൾ എണ്ണി തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ആദ്യം താമര വിരിയാനായിട്ട് പോകുന്നത് പാലക്കാടാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. നിലവിൽ കേരള ചരിത്രത്തിൽ ഒരു MLAക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പ്രചരണം നടത്താൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അത് പാലക്കാട് മാത്രമാണ്. പിന്നെ പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അഭിമാനകരമാണ്. കേരളം മുഴുവൻ കൊതിക്കുന്നൊരു സ്ഥാനാർത്ഥിയാണ് പാലക്കാട് മണ്ഡലത്തിലേക്ക് ലഭിച്ചിരിക്കുന്നത്. ശോഭ ചേച്ചിയേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വനിതാ നേതാവ് ഇന്ന് അറ്റ് പ്രസൻറ്റ് പൊളിറ്റിക്സിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാൾ പോലും ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് ശോഭ ചേച്ചിയുടെ വരവ് മലമ്പുഴ മണ്ഡലം, ഒറ്റപ്പാലം, ഷൊർണൂർ തുടങ്ങി പാലക്കാട് ജില്ലയിലെ 12 മണ്ഡലത്തിലും വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കും. ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് 2-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് പാലക്കാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്ന പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറും. അത് തന്നെയാണ് രാഖി. പാലക്കാട് ഇത്തവണ ചരിത്ര താമര വിരിയും, അതിലൊരു സംശയവുമില്ല എന്നാണ് പ്രശാന്ത് ശിവൻ പറയുന്നത്. അനഘ സൂചിപ്പിച്ചതുപോലെ വമ്പൻ ആവേശം. ആ ആവേശം അവിടെയുള്ള പ്രവർത്തകരിൽ നമുക്കറിയാം. ഇത്രയേറെ സ്ത്രീ പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടി കേരളത്തിൽ പ്രത്യേകിച്ച് കാണാൻ സാധിക്കുമോ എന്നുള്ളത് സംശയം തന്നെയാണ്. ലീഗിലൊക്കെ പറയുന്നത് കേട്ടു, ഈ വനിതാ സംവരണമുള്ള സീറ്റുകളിൽ മാത്രം പോരെ എന്നുള്ള ഒരു നിലപാട് കഴിഞ്ഞ ദിവസം സമസ്ത എടുത്തപ്പോൾ പെട്ടെന്ന് ഈ ദൃശ്യം കണ്ടപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും അനഘ തുടരുക. നമുക്ക് അവിടുത്തെ ആവേശം കുറച്ചുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേരളം. ആദ്യം പാലക്കാടാണ് പ്രധാനമന്ത്രി എത്തുക. അവിടെ കോട്ടമൈതാനം വരെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ട്. തുടർന്ന് കോട്ടമൈതാനത്ത് പൊതുസമ്മേളനമുണ്ട്. അതിനെ തുടർന്ന് 4 മണിയോടുകൂടി പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്കാണ് തിരിക്കുക. തൃശ്ശൂർ ജനറൽ ആശുപത്രിക്ക് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. ഏറെ ആവേശത്തിലാണ് അവിടെയും പ്രവർത്തകർ. ആ ആവേശം ഒട്ടും തന്നെ ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്കൊപ്പം മിഥുൻ മുരളി കൂടി തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. തൃശ്ശൂരിന്റെ ആ വൈബ് മൊത്തം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ വലിയൊരു സംഘം തന്നെ തൃശ്ശൂരിലും ഉണ്ട് എന്നുള്ളതാണ്. മിഥുൻ ഒപ്പം ചേരുന്നു. മിഥുൻ, നമ്മൾ പാലക്കാട്ടെ ആവേശം അത് വലിയ ഒരു ആവേശം തന്നെയാണ്. നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ്. എങ്ങനെയാണ് തൃശ്ശൂരിന്റെ ഒരു വൈബ്? രാഖി, തൃശ്ശൂരും ആവേശത്തിൽ തന്നെയാണ്. വടക്കുന്നാഥന്റെ മണ്ണ് പ്രധാനമന്ത്രിയെ ഒരിക്കൽ കൂടി സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ശക്തന്റെ തട്ടകത്തിലേക്ക് പ്രധാനമന്ത്രി, ഭാരതത്തിന്റെ പ്രധാന സേവകൻ എത്തുമ്പോൾ ഏറ്റവും ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണം തന്നെയാണ് പ്രധാനമന്ത്രിക്ക് തൃശ്ശൂരിൽ നൽകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തൃശ്ശൂർ നഗരത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ മറ്റു റിപ്പോർട്ടർമാർ ഈ പ്രവർത്തകരുടെ ആവേശം, പ്രധാനപ്പെട്ട നേതാക്കളുടെ ആവേശമൊക്കെ പ്രേക്ഷകരിൽ എത്തിക്കുന്നതിന് വേണ്ടി വിവിധ പോയിന്റുകളിലുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തിന് തൊട്ടടുത്തുള്ള ഭാഗത്താണ് ഞാൻ ഉള്ളത്. ഇവിടെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും രാവിലെ മുതൽ തന്നെ പൂർത്തിയായിരിക്കുന്നു. ട്രയൽ റൺ അടക്കം പൂർത്തിയായിരിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണാം, ബാരിക്കേഡ് തിരിച്ചുകൊണ്ട് 1 കിലോമീറ്ററിലധികം പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ടാകും. 1 കിലോമീറ്ററിനടുത്ത് 900 മീറ്ററോളമാണ് റോഡ് ഷോ ഉണ്ടാകുന്നത്. ഈ റോഡ് ഷോയ്ക്ക് അനുബന്ധിച്ചിട്ടുള്ള വിവിധ മേഖലകളിലുള്ള ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു. പോലീസിന്റെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും എല്ലാം നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ രാവിലെ മുതൽ തന്നെ പൂർത്തിയായിരിക്കുന്നു. ട്രയൽ റൺ അടക്കം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ അവസാനവട്ട സുരക്ഷാ ക്രമീകരണങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് എല്ലായിടത്തും 5 പോയിന്റുകളിലാണ് റോഡ് ഷോ നടക്കുമ്പോൾ ആളുകൾക്ക്, പ്രവർത്തകർക്ക്
പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ 5 ഭാഗങ്ങളിൽ ആളുകൾ എത്തുമ്പോൾ, ഈ പ്രവർത്തകരും മറ്റും എത്തുമ്പോൾ അവരുടെ കയ്യിൽ കുടിവെള്ളം, നാണയം ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ഉണ്ടാകരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് പ്രധാനമന്ത്രിയെ കാണാൻ അഭിവാദ്യം ചെയ്യാനെത്തുന്ന പ്രവർത്തകർക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് എല്ലാം നൽകും. ഇങ്ങനെ 5 കേന്ദ്രങ്ങളിൽ പ്രധാനമന്ത്രിയെ കാണുന്നതിനുള്ള പോയിന്റുകൾ തിരിച്ചിരിക്കുന്നു. വൈകിട്ട് 4:15 കുട്ടനെല്ലൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തുള്ള ഹെലിപ്പാഡിലേക്ക് പ്രധാനമന്ത്രി എത്തും. 4:10 പാലക്കാട്ടെ പരിപാടി പൂർത്തിയാക്കി എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ജനറൽ ആശുപത്രിക്ക് സമീപത്ത് നിന്ന് റോഡ് ഷോ ആരംഭിച്ച് സ്വരാജ് റൗണ്ടിൽ, അവിടെ നിന്നും ബിന്നി ജംഗ്ഷൻ വരെയുള്ള ആ ഭാഗങ്ങളിലായിരിക്കും പ്രധാനമന്ത്രിയുടെ 900 മീറ്റർ ദൂരത്തിൽ റോഡ് ഷോ ഉണ്ടാവുക. ഈ റോഡ് ഷോയോടനുബന്ധിച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, വിലയിരുത്തലുകൾ എല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രവർത്തകർ ഉച്ചയോടുകൂടി ഈ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ തമ്പടിക്കും എന്നുള്ള വിലയിരുത്തൽ ആണ് ഉള്ളത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള ക്രമീകരണങ്ങൾ ഇപ്പോഴും ഈ ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെയും സാധാരണക്കാരായ ജനങ്ങളെയും കൂട്ടമായി അധികമായി ഈ സമയത്ത്, ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ഈ ഭാഗങ്ങളിലേക്ക് തമ്പടിക്കുന്നതിനുള്ള അനുവാദം നൽകിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രവർത്തകരും സാധാരണക്കാരായ ജനങ്ങളും പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി, അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുക. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് കുട്ടനെല്ലൂരിൽ അദ്ദേഹം എത്തുമ്പോൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രധാനമായി ഉണ്ടാവുക. മറ്റ് തൃശ്ശൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട BJP നേതാക്കൾ, NDA നേതാക്കൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, സ്ഥാനാർത്ഥികൾ എല്ലാവരും ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ച് പിന്നീടാണ് ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തി, റോഡ് മാർഗം അവിടെ എത്തി സ്വരാജ് റൗണ്ടിൽ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും റോഡ് ഷോ ആരംഭിക്കുക. സ്ഥാനാർത്ഥികളടക്കം അദ്ദേഹത്തോടൊപ്പം പ്രചരണ ജാഥയിൽ ഒപ്പം ചേർന്നുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള ആവേശോജ്വലമായിട്ടുള്ള റോഡ് ഷോ ആയിരിക്കും തൃശ്ശൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ പലതവണ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ, ആഴ്ചകൾക്ക് മുൻപ് കൊച്ചിയിലടക്കം വന്നപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ആ വലിയ ജനങ്ങളുടെ അഭിവാദ്യം, സ്വീകരണമെല്ലാം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി എവിടെ എത്തുന്നു, അത് തൃശ്ശൂരായാലും കൊച്ചിയിലായാലും തിരുവനന്തപുരത്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ ആ റോഡ് ഷോകൾക്ക് ലഭിക്കുന്ന വലിയ ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണം അത് തൃശ്ശൂരിലും ഉണ്ടാകും. അതിനാണ് ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷം തൃശ്ശൂർ നഗരം സാക്ഷ്യം വഹിക്കുക, ശക്തന്റെ തട്ടകം സാക്ഷ്യം വഹിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് തൃശ്ശൂർ നഗരത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ശരി, നമുക്കൊപ്പം നായ്ക്കനാലിൽ നിന്ന് സാനു കൂടി ചേരുകയാണ്. സാനു, എന്താണ് മിഥുൻ മുരളി അവിടുത്തെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. നായ്ക്കനാലിൽ നിന്ന് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? തീരുന്ന എൻഡിലാണ്, ബിനി ഹെറിറ്റേജിന് മുന്നിലാണ്. അതായത് ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് തുടങ്ങുന്ന റോഡ് ഷോ ഈ ബിനി ഹെറിറ്റേജിന് മുന്നിലാണ് അവസാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ റോഡ് ഷോ അവസാനിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഒരുക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇനിയും ഈ ഓഫീസ് സജ്ജീകരിച്ചതിന് ശേഷം സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ പരിശോധന അടക്കമുണ്ട്, പോലീസിൻ്റെ പരിശോധനയുണ്ട്. ഇതിനെല്ലാം ശേഷം ഇത് പ്രധാനമന്ത്രിയുടെ താൽക്കാലിക ഓഫീസാക്കി മാറ്റും. ഇതിനൊക്കെ ശേഷമായിരിക്കും ഈ റോഡ് ഷോ ആരംഭിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുക. കുട്ടനെല്ലൂർ ഹെലിപ്പാഡിലാണ് ഈ പ്രധാനമന്ത്രി വന്നിറങ്ങുന്നത്. അത് 4:30 അതായത് പാലക്കാട് പരിപാടി അവസാനിച്ചതിന് ശേഷം 4:30 കുട്ടനെല്ലൂർ ഗവൺമെൻറ് കോളേജ് ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഇറങ്ങും. അവിടുന്ന് വാഹനമാർഗമാണ് ഈ ജനറൽ ആശുപത്രി പരിസരത്തേക്ക് പ്രധാനമന്ത്രി എത്തുക. അവിടെ നിന്നാണ് തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രി ഈ സ്ഥാനാർത്ഥികൾക്കൊപ്പം റോഡ് ഷോ ആയിട്ട് ഈ ശക്തൻ്റെ മണ്ണിലേക്ക്, ഈ വടക്കനാഥൻ്റെ മണ്ണിലേക്ക്, ഈ വടക്കനാഥൻ്റെ പ്രദക്ഷിണ വഴികളിലേക്ക് പ്രധാനമന്ത്രി എത്തുക. അതായത് ഈ ജനറൽ ആശുപത്രി പരിസരത്ത് നിന്നും ജില്ലയിൽ ഉള്ള 13 സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ ജില്ലയിലെ 50,000-ലധികം പ്രവർത്തകരും ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ടുണ്ടാവും. അവരെയെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ഈ വടക്കനാഥൻ്റെ പ്രദക്ഷിണ വഴികളിലൂടെ മെല്ലെ ഈ ബിനി ഹെറിറ്റേജ് വരെയാണ് നടത്തുന്നത്, ഈ റോഡ് ഷോ നടക്കുന്നത്. അതിലേറെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടത്, സാധാരണ ഇത്രയധികം സുരക്ഷയുള്ള ഒരു ലോക നേതാവാണ് അദ്ദേഹം. റോഡ് ഷോ ഒക്കെ നടത്തുന്നത് വളരെ ചെറിയ ദൂരമാണെങ്കിൽ തൃശ്ശൂർ അതിൽ നിന്നെല്ലാം വിഭിന്നമായിക്കൊണ്ട് 1.5 കിലോമീറ്ററിലധികം ദൂരം പ്രധാനമന്ത്രി, പ്രധാന സേവകൻ പ്രവർത്തകരെ കാണാൻ, സ്ഥാനാർത്ഥികളെ കാണാൻ, സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തുന്നു, തൃശ്ശൂരിലെത്തുന്നു എന്നുള്ളത് തന്നെ ഏറെ പ്രാധാന്യം തൃശ്ശൂർ ജില്ലയ്ക്ക് നൽകുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ്. കാരണം 1.5 കിലോമീറ്ററിലധികം ദൂരം പ്രധാനമന്ത്രി ഇത്തരത്തിൽ റോഡ് ഷോയായി എത്തുന്നു. മാത്രമല്ല
കഴിഞ്ഞ 2024 BJP നേടിയിട്ടുള്ള ആ ഒരു വലിയ വിജയം, ആ വിജയം തന്നെയായിരിക്കണം ഒരുപക്ഷെ പ്രധാനമന്ത്രി അടക്കം ഈ ഒരു റോഡ് ഷോ ഇത്രയധികം ദൂരത്തിൽ നടത്തുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. കാരണം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ ഈ ത്രികോണ മത്സരം നടക്കുന്നതെന്നുള്ള ഒരു പ്രത്യേകതയും ഈ തൃശ്ശൂരുണ്ട്, നാട്ടികയുണ്ട്, ഒല്ലൂരുണ്ട്, ഗുരുവായൂരുണ്ട്. അങ്ങനെ 13 നിയോജക മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു ജില്ല എന്നൊരു പ്രത്യേകതയും തൃശ്ശൂരിനുണ്ട്. ഒപ്പം തന്നെ കെ കരുണാകരൻ്റെ മകളാണ് തൃശ്ശൂരിൽ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകൾ മത്സരിക്കുന്നു. അതേപോലെ തന്നെ നാട്ടികയിൽ CC മുകുന്ദൻ സിറ്റിംഗ് MLA ആയിട്ടുള്ള CPIയുടെ 58 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള CC മുകുന്ദൻ ഇവിടെ മത്സരിക്കുന്നു. അതേപോലെ തന്നെ 2024 BJPയുടെ ഐതിഹാസികമായിട്ടുള്ള വിജയത്തിന് ഈ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച അന്നത്തെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ജില്ലാ അധ്യക്ഷനായിട്ടുള്ള നിലവിലെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ മണലൂരിൽ ജനവിധി തേടുന്നു. അങ്ങനെ വലിയ രാഷ്ട്രീയ പോരാട്ടം ഈ നടക്കുന്ന ഒരു ജില്ലയായിട്ട് തൃശ്ശൂർ മാറുന്നു. അത്തരത്തിൽ മാറുന്ന കേരളത്തിന്, മാറുന്ന ഭാരതത്തിന് മാറ്റുകൂട്ടാൻ തൃശ്ശൂർ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ BJP NDA സ്ഥാനാർത്ഥികളൊക്കെ ജനവിധി തേടുന്നത്. ആ ഒരു മുദ്രാവാക്യം തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ആ ഫ്ലെക്സിൽ തന്നെ, പ്രധാനമന്ത്രിയുടെ ഫ്ലെക്സിൽ തന്നെ കാണാം. വടക്കുന്നാഥ ക്ഷേത്രമുണ്ട്, തൃശ്ശൂരിലെ മറ്റ് ആരാധനാലയങ്ങളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടാണ് BJP തൃശ്ശൂരിൽ കാതോർക്കുന്നത്. അതിന് ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അല്ലെങ്കിൽ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആ ഒരു BJP പ്രവർത്തകരുടെ ആവേശം ആകാശത്തോളം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാന സേവകൻ നരേന്ദ്രമോദി ഇന്ന് തൃശ്ശൂരിലേക്ക് എത്തുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ പൂർണ്ണമായിട്ട് ഒഴുകി ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴികളിലേക്ക് എത്തും. അത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ എല്ലാം കൂടി 1 ലക്ഷത്തോളം ആളുകളോളം ഈ ഒരു വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഈ പ്രദക്ഷിണ വഴിയിലേക്ക്, ഈ പൂരപ്പറമ്പിലേക്ക് എത്തും. പൂരം കണ്ട സ്ഥലമാണ് തൃശ്ശൂർ, പുലികളി കണ്ടതാണ്. അതേപോലെ തന്നെ മറ്റൊരു പൂരം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പൂരം കൂടിയായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 4:30-ക്ക് ശേഷം ഇന്ന് വൈകുന്നേരം തൃശ്ശൂർ കാണാൻ പോകുന്നത്. അത്രയ്ക്കും വലിയൊരു ജനസഞ്ചയം തന്നെ തൃശ്ശൂരിലേക്ക് ഒഴുകി എത്തുമെന്നാണ് BJP കണക്ക് കൂട്ടുന്നത്, BJP പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയൊരു വിജയത്തിന് മുന്നോടിയായി തൃശ്ശൂരിലേക്ക് മോദി എത്തുന്നു. 2024 തെരഞ്ഞെടുപ്പിൽ ഈ ഐതിഹാസിക വിജയത്തിന് മുൻപ് നരേന്ദ്രമോദി ഇതുപോലെ തൃശ്ശൂരിലെത്തിയിരുന്നു. അന്നൊരു കാര്യം വോട്ട് ചോദിച്ചു, ജനം വോട്ട് കൊടുത്തു. അന്ന് മോദി നൽകിയ വാക്കായിരുന്നു തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നത്. ആ വാക്കും പാലിച്ച ശേഷമാണ് പ്രധാന സേവകൻ വീണ്ടും വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലാണ്, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് BJP പ്രവർത്തകരും BJP സ്ഥാനാർത്ഥികളടക്കം ഈ ഒരു പ്രധാനമന്ത്രിയുടെ ഈ വരവിനെ കാണുന്നത്. എന്തായാലും ഐതിഹാസികമായ വിജയം നേടിയ മണ്ണിലേക്ക്, പൂരത്തിൻ്റെ നാട്ടിലേക്ക്, വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് ഇന്ന് 4:30 പ്രധാന സേവകൻ ഇന്നെത്തുകയാണ്. ശരി സാർ, എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകളെല്ലാം തന്നെ കൃത്യമായ അപ്ഡേറ്റ്സ് അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. സമഗ്ര കവറേജാണ് ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി സജ്ജീകരിച്ചിരിക്കുന്നത്.